അസ്സലാമലൈക്കും. അല്ല ജാസ്മിനെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് എൻ്റെ പാസ്പോർട്ട് വാങ്ങാൻ പോകണ്ടേ? അവരെ നമ്പറൊക്കെ ആ ഫോണിലല്ലേ? ആ ഫോൺ ഇനി നന്നാക്കാതെ എങ്ങനെയാ എൻ്റെ പാസ്പോർട്ട് വാങ്ങാൻ പോവാ? അത് ശരിയാണല്ലോ ഇത്ത. ഇനി എൻ്റെ ഫോൺ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കണം. സാരില്ല ജാസ്മിനെ, ഞാൻ എൻ്റെ ഇക്കാൻ്റെ അടുത്തുനിന്ന് അവരെ ഫോൺ നമ്പർ വാങ്ങിയിട്ട് എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോ. ഈ പോവുകയാണെങ്കിലേ ഈ ഫോണും കൊണ്ടേക്കോ. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും എൻ്റെ ഫോൺ നന്നാക്കാൻ കൊടുത്താളാ. അതൊന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ ഇന്ന് തന്നെ നന്നാക്കി തരൂലേ? സാരില്ല, എല്ലാം നല്ലതിനെ തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇതിന് വല്ലത് പറ്റിക്കണമെങ്കിൽ എനിക്കിപ്പോൾ നീക്കാൻ കഴിയൂലായിരുന്നു. അതെന്നെ ഇത്ത, പഠിച്ചോൻ കാത്തു എന്ന് പറയാം. ഞാൻ വീട്ടിൽ പോയി എൻ്റെ ഫോണിൽ നിന്ന് ഇക്കാക്ക് വിളിച്ചിട്ട് അവരെ നമ്പർ ചോദിച്ചിട്ട് എനിക്ക് കൊടുന്ന ജാസ്മിനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടോ, എന്നിട്ട് പോയാൽ പോരെ? ഇത്ത, എന്നിട്ട് പോയാൽ മതി. കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈലയും സലീനയും വീട്ടിലേക്ക് പോയി അങ്ങോട്ട് വന്നു. ലൈലയുടെ കയ്യിലൊരു ചെറിയ കടലാസ് ഉണ്ടായിരുന്നു. അതിൽ ജാസ്മിൻ പാസ്പോർട്ട് വാങ്ങാൻ പോകുന്ന ആളുടെ പേരും വിലാസവും വൃത്തിയായി എഴുതിയിരുന്നു. ആ കടലാസ് അവൾ ജാസ്മിൻ നേരെയുണ്ട്. ജാസ്മിൻ ആ കടലാസിലുണ്ടായിരുന്ന ഫോൺ നമ്പർ അവളുടെ കയ്യിലെ മറ്റൊരു മൊബൈലിലേക്ക് സേവ് ചെയ്തു. അല്ല, ഇത് എവിടെ നിന്ന് കിട്ടി? പുതിയ മൊബൈൽ കണ്ട് അത്ഭുതത്തോടെ ആബിദ ചോദിച്ചു. ഇത് ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഫോണാണ്. കംപ്ലൈൻ്റ് ആയപ്പോൾ പുതിയത് വാങ്ങിയെന്നേ ഉള്ളൂ. ഈ ഫോർമാറ്റ് ചെയ്ത് നന്നാക്കി സൂക്ഷിക്കുകയും ചെയ്തു. ഡിസ്പ്ലേ പോയ ഫോണിൽ നിന്ന് സിം കാർഡ് ഊരിയെടുത്ത് ഇതിലിട്ടപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. പക്ഷേ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആപ്പുകളൊക്കെ രണ്ടാമത് കേട്ടണം. പിന്നെ ഈ ഫോണിൽ ഒരൊറ്റ നമ്പറും ഇല്ല. ഗൂഗിളിൽ സേവ് ചെയ്ത കുറച്ച് നമ്പറുകൾ മാത്രമേ ഉള്ളൂ. അല്ല, ഗൂഗിൾ പേ ഉണ്ടോ? ആബിദ പെട്ടെന്ന് ചോദിച്ചു. ഇല്ല, എന്തായാലും പോകുന്ന വഴിക്ക് ഫോൺ ഡിസ്പ്ലേ മാറ്റാൻ കൊടുക്കല്ലോ. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ മാറ്റി തരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഫോൺ തന്നെ ഉപയോഗിക്കാമല്ലോ. ആബിദ നിരാശയോടെ തലയാട്ടി. എന്നാൽ പിന്നെ ഞാൻ പോയി വരാം. എല്ലാവരോടും യാത്ര പറഞ്ഞ് ജാസ്മിൻ പതിയെ പുറത്തേക്ക് നടന്നു. റോഡിലിറങ്ങി ഏതെങ്കിലും ഓട്ടോയ്ക്ക് പോകാം എന്നാണ് അവൾ കരുതിയത്. ബസ് സ്റ്റോപ്പിലെത്തിയാൽ പിന്നെ ഏതെങ്കിലും ബസ് കിട്ടും. 2 ബസ് മാറിക്കയറിയാൽ അവരുടെ വീടിന് മുമ്പിൽ ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. അതാണ് ഒരു കണക്കിന് നല്ലത്. ജാസ്മിൻ പോയതോടെ സെലീനയും ലൈലയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി അവരുടെ വീട്ടിലേക്ക് പോയി. വരുമ്പോൾ എൻ്റെ പൈസ കൊണ്ടുവരേക്കരും അല്ലേ ഉമ്മ? ആബിദ ചോദിച്ചത് കേട്ട് നബീസുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. എൻ്റെ പൊന്നാരാബിദ, എൻ്റെ ഒരു 12,000 രൂപയല്ലേ? ഓള് തന്നില്ലെങ്കിൽ ഞാൻ പൈസ തന്നോടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു വെറുപ്പിക്കാതെ. ആബിദയും ഉമ്മയും സിറ്റ് ഔട്ടിലേക്ക് ചെന്ന് നോക്കി. ഗേറ്റിന് വെളിയിൽ നിന്നും ജാസ്മിൻ ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ടു. അതോടെ അവളും ഉമ്മയുടെ പിന്നാലെ അടുക്കളയിലേക്ക് പോയി. ഇതേ സമയം ജാസ്മിൻ്റെ നമ്പറിലേക്ക് ഒരു കോൾ വന്നു. പരിചയമില്ലാത്ത നമ്പറായിരുന്നു അത്. വേണോ വേണ്ടോ എന്ന ശങ്കയിൽ അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല. അപ്പോഴേക്കും ഓട്ടോ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തെത്തിയിരുന്നു. പണം കൊടുത്ത് അവൾ പുറത്തേക്കിറങ്ങി. ബസ് സ്റ്റോപ്പിന് പിറകിലായി തന്നെ വലിയൊരു മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അവൾ പതിയെ അങ്ങോട്ട് കയറി ചെന്നു. അല്ല, എൻ്റെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ഉണ്ടാവുമോ? അവൾ ചോദിച്ചത് കേട്ട് കടയിലെ പയ്യൻ ആ മൊബൈൽ വാങ്ങി പരിശോധിച്ചു. ഒറിജിനൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് കോപ്പി കിട്ടും, പക്ഷേ 5,000 രൂപയാവും. അപ്പോൾ ഒറിജിനലിനോ? ജാസ്മിൻ ചോദിച്ചു. ഒരു 15,000 രൂപയെങ്കിലും വേണം, കൊടുക്കേണ്ടി വരും. വാറന്റി ഉണ്ടോ? അതൊന്നും ഉണ്ടാവില്ല. തൽക്കാലം നീ ഫസ്റ്റ് കോപ്പി ഇട്ട് ശരിയാക്കിക്കോ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ഗൾഫിൽ നിന്നും ഒറിജിനൽ ഇടിച്ചോളാം. അവൻ തലയാട്ടിക്കൊണ്ട് ഫോൺ വാങ്ങിവെച്ചു. എപ്പോൾ കിട്ടും? ജാസ്മിൻ ചോദിച്ചു. മെയിൻ സർവീസർ എത്തിയിട്ടില്ല. 10 മിനിറ്റ് കൊണ്ട് എത്തും. എത്തിയാലേ ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാ പണികളും തീർക്കാം. എങ്കിൽ ഞാൻ അപ്പോഴേക്കും വരാം. ഫോൺ നന്നാക്കി വെച്ചാൽ മതി. കടയിലെ പയ്യൻ അവളുടെ മൊബൈൽ നമ്പറും ഡീറ്റെയിൽസും എല്ലാം വാങ്ങി. ആശ്വാസത്തോടെ ജാസ്മിൻ പുറത്തേക്ക് നടന്നു. 2-3 മിനിറ്റുകൾക്കുള്ളിൽ അവൾക്ക് ബസ് കിട്ടുകയും ചെയ്തു. 10 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ ആ കടയിലേക്ക് കയറി ചെന്നു. ഡാ, ഒരു ഫോൺ ഡിസ്പ്ലേ മാറ്റാൻ വന്നിട്ടുണ്ട്, ഇതൊന്ന് നോക്ക്. അവൻ ആ ഫോൺ തിരിച്ചു മറിച്ച് നോക്കി. മറ്റേ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇതിന് പറ്റുമോ? അവൻ തലയാട്ടി. നീ എത്ര പൈസയാണ് പറഞ്ഞത്? 5,000. കോൾ അടിച്ചല്ലോ എന്ന് പറഞ്ഞ് അവൻ ആ ഫോണുമായി അകത്തേക്ക് കയറി. ജാസ്മിൻ എന്ന പേരായിരുന്നു ഡീറ്റെയിൽസിൽ എഴുതി വെച്ചത്. അവൻ അവൻ്റെ ഫോണിൽ നിന്ന് ആ നമ്പറിലേക്ക് വിളിച്ചു. ജാസ്മിൻ കോൾ അറ്റൻഡ് ചെയ്തു. മൊബൈൽ ഷോപ്പിലെ സർവീസറാണ് എന്ന് പറഞ്ഞാണ് അവൻ സംസാരിച്ചത്. വെറുതെ കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അവൻ കോൾ കട്ട് ചെയ്തു. ഈ പെണ്ണിൻ്റെ ശബ്ദം കൊള്ളാമല്ലോ എന്നാണ് അവൻ ഓർത്തത്.
CCTV പരിശോധിച്ചപ്പോൾ അവളും കൊള്ളാമല്ലോ എന്നായി അവൻ്റെ ചിന്ത. അവൾ വരുമ്പോഴേക്കും അവളുടെ മൊബൈൽ മൊത്തത്തിലൊന്ന് ചികഞ്ഞു നോക്കണമെന്ന് അവൻ മനസ്സിലുറപ്പിച്ചു. എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് അവന് തോന്നി. ഇതേസമയം തനിക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ അപകട ഭീഷണി അറിയാതെ ജാസ്മിൻ അവളുടെ പാസ്പോർട്ട് വാങ്ങാനുള്ള യാത്ര തുടരുകയായിരുന്നു. നല്ല ശരീരവേദന ഉണ്ടായിരുന്നെങ്കിലും എത്രയും പെട്ടെന്ന് പാസ്പോർട്ട് കയ്യിൽ കിട്ടി ഗൾഫിലേക്ക് പോകണമെന്ന് തന്നെയായിരുന്നു അവളുടെ മനസ്സിൽ. ഖാലിദിനെ കൊടുക്കാനായി ബെഡ്റൂം സീനുകൾ ഹിഡൻ ക്യാമറ വെച്ച് കൊടുത്തത് മൊബൈലിലെ സീക്രട്ട് ഫോൾഡറിൽ കിടപ്പുള്ള കാര്യം അവൾ മറന്നുപോയിരുന്നു. ബസ്സിലിരിക്കുമ്പോൾ ജാസ്മിൻ മൊബൈലിൽ നിന്നും ഖാലിദിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. അയാളുടെ നമ്പർ അവൾക്ക് കാണാപാഠമായിരുന്നു. എന്നാൽ അയാൾ അറ്റൻഡ് ചെയ്തില്ല. 3 തവണ തുടർച്ചയായി അവൾ വിളിച്ചു. എന്നാൽ അയാൾ കോൾ അറ്റൻഡ് ചെയ്തില്ല. അവളുടെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി. തൻ്റെ കാര്യത്തിൽ ഒന്നും ശരിക്ക് നടക്കുന്നില്ല എന്ന് അവൾ ഓർത്തു. ഇന്ന് രാവിലെ മുതൽ പ്രശ്നമാണ്. വീണത് മാത്രമല്ല, വീണപ്പോൾ തനിക്ക് പരിക്ക് പറ്റിയില്ല എന്നത് കാര്യം തന്നെയാണ്. പക്ഷെ മേലാകെ ഇപ്പോഴും വേദനിക്കുന്നുണ്ട്. മൊബൈലിൻ്റെ ഡിസ്പ്ലേയും പോയി. ഡിസ്പ്ലേ മാറ്റിയാൽ ഒരിക്കലും പഴയ എഫക്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ മൊബൈൽ ഉപേക്ഷിക്കാനും പറ്റില്ല. അരമണിക്കൂറിന് ശേഷം ടൗണിലെ ബസ് സ്റ്റാൻഡിലെത്തിയിരുന്നു. അവൾ ബസ്സിൽ നിന്നും ഇറങ്ങി. രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഹോട്ടൽ കണ്ടെങ്കിലും അവൾ കയറിയില്ല. പാസ്പോർട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് അവൾ കരുതി. അവൾക്ക് പോകേണ്ട നാട്ടിലേക്കുള്ള ബസ് കണ്ടെത്തി അവൾ അതിൽ കയറിയിരുന്നു. അപ്പോഴേക്കും അവളുടെ മൊബൈൽ ശബ്ദിച്ചു. മൊബൈൽ ഷോപ്പിലെ പയ്യനായിരുന്നു അത്. ഡിസ്പ്ലേ മാറ്റിയെന്നും മൊബൈൽ ഓൺ ചെയ്യാനുള്ള പാസ്വേഡ് എന്താണെന്നാണ് അവൻ ചോദിച്ചത്. അവൾ അത് പറഞ്ഞു കൊടുത്തു. ശരിയായി എന്ന് അവൻ പറഞ്ഞു. മുഴുവൻ ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. അവൾക്ക് അസ്വാഭാവികത ഒന്നും തോന്നിയില്ല. അപ്പോഴും അവളുടെ മൊബൈലിലെ സീക്രട്ട് ഫോൾഡറിനെ കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നില്ല എന്നതാണ് സത്യം. അല്ലെങ്കിലും അവളുടെ ഉപബോധ മനസ്സിൽ അവൾക്കല്ലാതെ മറ്റൊരാൾക്കും അത് തുറക്കാൻ കഴിയില്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മുൻപും അവൾ ഉപയോഗിച്ചിരുന്ന എല്ലാ ഫോണുകളിലും അങ്ങനെയൊന്ന് ഉണ്ടായിരുന്നു. മറ്റൊരാൾക്കും ഇന്നേ വരെ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ കൂടി അവൾ ഖാലിദിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ഇത്തവണ അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. അല്ല, എവിടെയായിരുന്നു? ഞാൻ 3-4 തവണ വിളിച്ചു. അയാൾ അസ്വസ്ഥതയോടെ അവളുടെ പരിഭവം കേട്ടു നിന്നു. സത്യത്തിൽ ജാസ്മിൻ തനിക്ക് വല്ലാത്തൊരു ബാധ്യതയാണെന്ന് അയാൾക്ക് ശരിക്കും മനസ്സിലായിരുന്നു. 3 തവണയും അയാൾ വിളിക്കുന്നത് കണ്ടിരുന്നു. എന്നാൽ അവളുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. വീണ്ടും വിളിച്ചപ്പോൾ ഇനി എടുത്തില്ലെങ്കിൽ അവൾ പ്രശ്നമുണ്ടാക്കുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് അയാൾ ഫോൺ എടുത്തത്. ഞാൻ കുളിക്കുകയായിരുന്നു, ബെല്ലടിച്ചത് കേട്ടില്ല. അതോടെ അവൾക്ക് സമാധാനമായി. ഇന്ന് രാവിലെ തന്നെ ഒരു സംഭവമുണ്ടായി. അയാൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിലും അയാളൊന്ന് മൂളി. അവൾ കോണിയിൽ നിന്ന് വീണതും അവളുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ പോയതും അവൾ സങ്കടത്തോടെ പറഞ്ഞു. അയാൾ സന്തോഷത്തോടെ അത് കണ്ട് ചോദിച്ചു. ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. മേലൊക്കെ നല്ല വേദനയുണ്ട്. ഫോൺ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്. അവൾക്കൊന്നും പറ്റിയില്ല എന്ന് കേട്ടപ്പോൾ ഖാലിദിന് ചെറിയ വിഷമം തോന്നി. ആബിദയുടെ പൈസ കൊടുക്കാനുള്ളതും കൊടുക്കാൻ പറഞ്ഞു. അല്ല, നീ പാസ്പോർട്ട് വാങ്ങാൻ പോയില്ലേ? പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബസ്സിലാണ്. കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ എത്തും. എനിക്ക് നിങ്ങൾ പോകുന്ന വിമാനത്തിൽ തന്നെ ടിക്കറ്റ് കിട്ടുമോ? ഇല്ല, അതൊക്കെ ഫുള്ളാണ്. ഗൾഫിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാലോ. ഏത് സമയം വേണമെങ്കിലും വിമാന സർവീസ് നിൽക്കും. ഇപ്പോൾ അങ്ങോട്ടേക്ക് സർവീസ് അവൈലബിൾ ആണ്. അങ്ങോട്ടേക്ക് അല്പം പ്രശ്നമാണ് എന്ന് പറയുന്നത് കേട്ടു. 2-3 ഫ്ലൈറ്റ് ക്യാൻസലായി. കാര്യങ്ങളൊക്കെ അറിഞ്ഞത് കൊണ്ട് അവളൊന്നും പറഞ്ഞില്ല. എങ്കിൽ എനിക്കും എത്ര പെട്ടെന്ന് ടിക്കറ്റ് ശരിയാക്കി എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ അല്പം മുമ്പ് കഫീലുമായി സംസാരിച്ചതേ ഉള്ളൂ. എന്നോട് എത്രയും പെട്ടെന്ന് എത്താനാണ് അദ്ദേഹം പറഞ്ഞത്. യുദ്ധം കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ പണികളെല്ലാം തൽക്കാലം ഒന്ന് നിർത്തിവെക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് പോകണോ എന്ന ആലോചനയാണ്. യുദ്ധം മുറുകിയാൽ ചിലപ്പോൾ തിരിച്ചു വരാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ പോകുന്നില്ലേ? അവൾ ചോദിച്ചു. പോകണമെന്ന് തന്നെയാണ് കരുതിയത്. പോയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യം കഴിച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. അങ്ങനെയാണെങ്കിൽ നിൻ്റെ പോക്ക് തൽക്കാലം മാറ്റി വെക്കേണ്ടി വരും. യുദ്ധം കൂടിയാൽ പിന്നെ അവിടെ ചെന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. നിനക്ക് നല്ലത് ഇവിടെ തന്നെ ആയിരിക്കും. ജാസ്മിനെ എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. യുദ്ധത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ അവളും വായിച്ചിട്ടുണ്ട്, ന്യൂസിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. എന്ത് ചെയ്യാനാണ്?
ഇങ്ങനൊരു സാഹചര്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. തൽക്കാലം നീയൊന്ന് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേ. ഞാൻ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ. സാഹചര്യം അനുകൂലമാണെങ്കിൽ നിനക്ക് നാളെയോ മറ്റന്നാളോ ടിക്കറ്റ് എടുക്കാം. അല്ലെങ്കിൽ യുദ്ധം തീരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. അതുവരെ ഞാൻ എവിടെ താമസിക്കും? അത് ഞാനാണോ പറഞ്ഞു തരേണ്ടത്? അല്പം ദേഷ്യത്തോട് ഖാലിദ് പറഞ്ഞു. ജമാലിൻ്റെ വീട്ടിൽ ഇനി എന്തായാലും നിൽക്കാൻ പറ്റില്ല. ഞാനവിടെ ശരിക്കും കലക്കിയിട്ടുണ്ട്. പിന്നെ എന്നെ സ്റ്റെപ്പിൽ എന്തെങ്കിലും ഒഴിച്ച് താഴെ വീഴ്ത്തിയതാണോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. എൻ്റെ കാലിൽ എണ്ണ പോലെ എന്തോ പുരണ്ടിരുന്നു. ഞാൻ വീട് കിടക്കുമ്പോൾ നാത്തും തുണിയുമായി സ്റ്റെപ്പ് കയറി പോകുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നീട് ആലോചിച്ചപ്പോഴാണ് അങ്ങനെ ഒരു സാധ്യതയുണ്ടല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ ഒരു വീട്ടിലേക്ക് എങ്ങനെ ഇനി കയറി വിശ്വസിച്ച് കയറി ചെല്ലും? എങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ, അയാൾ പതിയെ പറഞ്ഞു. അത് തീരെ നടക്കില്ല. ജമാലുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിൽ പിന്നെ അവരുമായി ഞാൻ തെറ്റിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂല. നിൻ്റെ കൂട്ടുകാരികളും കുടുംബക്കാരികളൊക്കെ ഉണ്ടെന്നല്ല പറഞ്ഞത്. അവിടെയൊക്കെ പോയി താമസിച്ചൂടെ? അതൊന്നും നടക്കുന്ന കാര്യമില്ലേ. അങ്ങനെ പോയി താമസിച്ചാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എല്ലാവരും പറയും. എനിക്ക് നിങ്ങളോടൊന്ന് സൗകര്യമായിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം അപേക്ഷിച്ചത് എന്ന കാര്യം മറക്കരുത്. ഞാനെന്ത് വേണം എന്നാണ് നീ പറയുന്നത്? നിങ്ങൾ ഫ്ലാറ്റിൻ്റെ കീഴില്ലേ, അതെനിക്ക് തന്നാൽ മതി. ഞാൻ അവിടെ താമസിക്കാം. അയ്യോ, അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാനത് മാറ്റിക്കച്ചവടം നടത്തി. എപ്പോൾ? അവൾ ചോദിച്ചു. ഇന്നലെ രാത്രി. എൻ്റെ സുഹൃത്തും കുടുംബവും ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അവർ ഗൾഫിലെ ബിസിനസ് എന്നെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. മുൻപ് ഞങ്ങൾ താമസിച്ചിരുന്ന കാര്യമാണ് അത്. യുദ്ധം തുടങ്ങാൻ പോവാണെന്ന് കേട്ടപ്പോൾ അവനും കുടുംബത്തിനും വല്ലാത്ത ഭയം. ചെറിയ വിലക്ക് അത് എനിക്ക് തന്നു. അതിന് പകരമായിട്ട് ആ ഫ്ലാറ്റ് ഞാൻ അവന് കൊടുത്തു. നല്ല ലാഭമുള്ള ഡീലാണ്. അവൾക്ക് അതെത്ര വിശ്വാസം വന്നില്ല. ഇങ്ങനെയൊക്കെ കച്ചവടം നടക്കുമോ എന്നായിരുന്നു അവളുടെ ചിന്ത. അത് അവൾ ചോദിക്കുകയും ചെയ്തു. അല്ല, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള കച്ചവടമൊക്കെ നടക്കുമോ? എനിക്കും വിശ്വാസം വന്നില്ല. എന്ത് ചെയ്യാനാണ്? ചിലപ്പോൾ 1 വർഷം കാത്തിരുന്നാലും ഇത്തരം ബിസിനസ് നടക്കണമെന്നില്ല. ചിലപ്പോൾ മണിക്കൂറുകൾ മതിയാവും. അതൊക്കെ നമ്മുടെ എപ്പോഴത്തെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് ഭാഗ്യമാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ജാസ്മിൻ ചോദിച്ചത് കേട്ട് അയാൾക്ക് വിറഞ്ഞു കയറി. എങ്കിലും അയാൾ അത് പ്രകടിപ്പിച്ചില്ല. എങ്ങനെയെങ്കിലും അവളെ തലയിൽ നിന്നും ഒഴിവാക്കുക എന്നത് മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. വേണമെങ്കിൽ അങ്ങനെയും പറയാം. അയാൾ അവളെ വെറുപ്പിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് പറഞ്ഞു. അതവൾക്ക് ഒത്തിരി ഇഷ്ടമായി. അതൊക്കെ ശരി തന്നെ. ഇനി പറ, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചാണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. ഇക്കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ്. ഒന്നുകിൽ നീ ജമാലിൻ്റെ വീട്ടിൽ പോയി താമസിക്കണം, അല്ലെങ്കിൽ നിനക്ക് പരിചയമുള്ള മറ്റെവിടെയെങ്കിലും. ഇപ്പോഴത്തെ പ്രതിസന്ധി താൽക്കാലികം മാത്രമാണല്ലോ. പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ അന്ന് തന്നെ നിനക്ക് ഇങ്ങോട്ട് വരാനുള്ള കാര്യം ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ? അവളൊന്ന് മൂളി. നിങ്ങൾക്ക് വേറെയും സ്ഥലങ്ങളിൽ ഫ്ലാറ്റുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഏതെങ്കിലും ഒരു ചാവി തരാൻ പറ്റുമോ? ജാസ്മിൻ വിടാനുള്ള ഭാവമില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അതൊന്നും നടക്കൂല ജാസ്മിനെ. ഫ്ലാറ്റുകൾ കുറേ ഉണ്ടെങ്കിലും അതെല്ലാം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. തൽക്കാലം ഒരെണ്ണം പോലും ഒഴിവില്ല. പിന്നെയുള്ളത് ചെറിയ വാടക മുറികളാണ്. അതിലെല്ലാം താമസിക്കുന്നത് ബംഗാളികളാണ്. അങ്ങനെയുള്ള കെട്ടിടങ്ങളിൽ മുറിയുണ്ടെങ്കിലും അവിടെയൊന്നും നിനക്ക് താമസിക്കാൻ പറ്റില്ല. നിനക്ക് പോകാൻ ഒരു സ്ഥലമില്ലെങ്കിൽ തൽക്കാലം ഏതെങ്കിലും ഒരു ഹോട്ടലിൽ മുറിയെടുക്ക്. 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഇതെല്ലാം തീരുമാനമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നിനക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യാം. മനസ്സില്ലാ മനസ്സോടെ ജാസ്മിൻ അത് സമ്മതിച്ചു. ബസ് വേഗം അതിവേഗം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, എനിക്കല്പം തിരക്കുണ്ട്. നീ പാസ്പോർട്ട് കിട്ടിയിട്ട് മെസ്സേജ് അയക്ക്. അതും പറഞ്ഞ് അവളുടെ മറുപടി കാക്കാതെ അയാൾ കോൾ കട്ടാക്കി. അവൾക്ക് നല്ല വിഷമം തോന്നി. അല്പം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പെത്തി അവൾ ഇറങ്ങുകയും ചെയ്തു. ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ വീട്. വീട്ടിലുള്ളവർ അവൾക്കായി കാത്തിരിക്കുകയായിരുന്നു. ചായ കുടിക്കാൻ നിർബന്ധിച്ചെങ്കിലും അവൾ അതിനൊന്നും നിന്നില്ല. അവൾ വേഗം പാസ്പോർട്ട് വാങ്ങി തിരിച്ചു പോന്നു. എത്രയും പെട്ടെന്ന് ഡിസ്പ്ലേ മാറ്റിയ മൊബൈൽ വാങ്ങണം എന്നത് മാത്രമായിരുന്നു പിന്നീട് അവളുടെ മനസ്സിൽ. എന്നാൽ ആ സമയത്ത് മൊബൈൽ കടയിലെ പയ്യൻ ആ സീക്രട്ട് ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിരുന്നു. വെറുതെ ആ പയ്യൻ അത് തുറന്നു നോക്കിയതായിരുന്നു. കാര്യമായൊന്നും ആ മൊബൈലിൽ ഉണ്ടായിരുന്നില്ല. വളരെ അപൂർവമായി മാത്രമാണ് അതിൽ ഫോട്ടോസും വീഡിയോസും എല്ലാം ഉണ്ടായിരുന്നത്. ഫോട്ടോ എടുക്കുന്ന സ്വഭാവമില്ലാത്തത് കൊണ്ട് സാധാരണ ആളുകളുടെ മൊബൈലിലുള്ള ഡാറ്റയുടെ 4 പോലും അതിലില്ലായിരുന്നു. സെൽഫികളും ഒന്നും തീരെയില്ലായിരുന്നു. വാട്സപ്പിൽ വന്ന കുറച്ച് ഫോട്ടോകളും വീഡിയോസും മാത്രമേ കാര്യമായിട്ട് അതിലുണ്ടായിരുന്നുള്ളൂ.
എന്നാൽ അത്യാവശ്യം സ്റ്റോറേജുള്ള ഫോണിൻ്റെ 70% കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്രത്തോളം സോഫ്റ്റ്വെയറുകളോ മറ്റ് വീഡിയോസോ ഫോണിൽ കാണുന്നില്ല. അതോടെ അവന് സംശയം തോന്നി. ചിലപ്പോൾ ടെലിഗ്രാമിലോ മറ്റോ അയച്ചു കിട്ടുന്ന കൂടുതൽ സ്റ്റോറേജ് ആവശ്യമായ സിനിമ പോലെയുള്ള ഫയലുകൾ ഏതെങ്കിലും ഫോൾഡറുകളിൽ കാണുമെന്നവന് തോന്നി. എന്നാൽ അങ്ങനെയൊന്നും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏറ്റവും അവസാനമാണ് 2-3 ഫോൾഡറുകൾ അവനെ കണ്ടെത്താൻ തുടങ്ങിയത്. അവൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തു നോക്കി. ആദ്യത്തെ 2 ശൂന്യമായിരുന്നു. എന്നാൽ മൂന്നാമത്തെ ഫോൾഡറിൽ കാര്യമായി എന്തോ ഡാറ്റാസ് ഉണ്ടെന്ന് അവന് മനസ്സിലായി. പക്ഷേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. 1 മണിക്കൂറോളം അതിൻ്റെ പിന്നാലെ കൂടിയതിന് ശേഷമാണ് അവനെ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞത്. എന്നാൽ അപ്പോഴേക്കും ജാസ്മിൻ മൊബൈൽ ഷോപ്പിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അതോടെ അവൻ ആ ഡാറ്റാസ് മുഴുവനും അവൻ്റെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാൻ ശ്രമിച്ചു. അതിന് ഏതാണ്ട് 5 മിനിറ്റോളം പിടിക്കുമെന്ന് അവനറിയാം. ഫോൺ റെഡിയായില്ലേ? ജാസ്മിൻ ചോദിച്ചു. റെഡിയായിട്ടുണ്ട്, ചാർജിലിട്ടിരിക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടെടുക്കാം. പയ്യൻ പറഞ്ഞത് കേട്ട് അവൾ തലയാട്ടി. സൈഡ് കുത്തിയാണ് വീണത്. അതാണ് ഇത്ര പെട്ടെന്ന് ഡിസ്പ്ലേ പോകാനുള്ള കാരണം. എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ട് നല്ലപോലെ ഒന്ന് നോക്കിക്കൊണ്ട് എന്തെങ്കിലും കുഴപ്പം തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. എത്ര രൂപയായി? 5000 രൂപ എന്ന് പറഞ്ഞില്ലെങ്കിലും അവൾ ചോദിച്ചു. ഡിസ്പ്ലേക്ക് 5000 രൂപയാണ്. സർവീസ് ചാർജ് 800 രൂപ. മൊത്തം 5800. അവൾ ഒരു മടിയും കൂടാതെ ആ പണം എടുത്തു കൊടുത്തു. ആ ഫോൾഡറിൽ കണ്ടത് മുഴുവനും തൻ്റെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ആകുന്നതുവരെ അവൻ ഓരോന്ന് പറഞ്ഞ് അവളെ പിടിച്ചു നിർത്തി. കോപ്പി ചെയ്തു എന്ന് മനസ്സിലായപ്പോൾ അവൻ ഫോണെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അതിനിടയിൽ അവൻ അവളെ ആകെയൊന്ന് നോക്കി. കൊള്ളാമല്ലോ എന്ന് അവൻ ഓർത്തു. ഫോണിൽ തലങ്ങി വിലങ്ങും ചെറിയ റബ്ബർ ബാൻഡുകൾ ഇട്ടിരിക്കുന്നു. ജാസ്മിൻ അത് അമ്പതപ്പോടെ നോക്കുന്നത് കണ്ട് അവൻ ചിരിച്ചു. ഡിസ്പ്ലേ മാറാൻ വേണ്ടി അത് എടുക്കല്ലോ. പിന്നെ ഫിക്സ് ചെയ്യുമ്പോൾ ഗം ഉപയോഗിക്കും. എല്ലാ സ്ഥലവും ഒരുപോലെ ആവാൻ വേണ്ടിയാണ് റബ്ബർ ബാൻഡ് ഇടുന്നത്. വീട്ടിൽ പോയി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഊരി മാറ്റാം ട്ടോ. കാര്യം മനസ്സിലായ പോലെ അവൾ തലയാട്ടി. ഒന്ന് ചെക്ക് ചെയ്തോളൂ. അവൾ തലയാട്ടി. പിന്നെ മൊബൈലൊന്ന് ചെക്ക് ചെയ്തു. പഴയ അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് അവൾക്ക് തോന്നി. ഇതിന് വാറണ്ടി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വാറണ്ടി ഒന്നുമില്ല. എങ്കിലും ഞങ്ങളുടെ വകയായ ഒരു വാറണ്ടി തരാം. 1 മാസത്തിനുള്ളിൽ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് 1 തവണ കൂടി മാറ്റി തരാം ട്ടോ. താങ്ക്സ്. അതും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. അവൾക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് അവളുടെ സാധനം എടുക്കണമായിരുന്നു. ആബിദയുടെ പണം കൊടുക്കുകയും വേണം. വരുന്നതിൻ്റെ ഇടയിൽ അവൾ വിളിക്കുകയും ചെയ്തു. പാസ്പോർട്ട് കിട്ടിയെന്ന് ചോദിച്ചാണ് വിളിച്ചതെങ്കിലും അവൾക്ക് പണത്തിന് വേണ്ടിയാണ് അവൾ വിളിക്കുന്നതെന്ന് മനസ്സിലായിരുന്നു. അപ്പോഴേക്കും മൊബൈൽ ഷോപ്പിലേക്ക് 4-5 ഇന്ത്യക്കാർ വന്നു. അവർ നാട്ടിലേക്ക് പോവുകയാണെന്നും 2-3 മൊബൈൽ വേണമെന്നും പറഞ്ഞപ്പോൾ കടയിലെ പയ്യൻ അവരുടെ പിന്നാലെ കൂടി. അതോടെ ജാസ്മിൻ അവിടെ നിന്നും ഇറങ്ങി. ATMിൽ നിന്നും അവൾ കുറച്ച് പണം എടുത്തു. അപ്പോഴാണ് ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ അവൾ ഓർത്തത്. സത്യത്തിൽ അവൾക്ക് വിശപ്പ് തോന്നാൻ തുടങ്ങിയത് അപ്പോഴാണ്. അവൾ നേരെ ഒരു ബേക്കറിയിലേക്ക് കയറി. പഫ്സിനും ചായക്കും ഓർഡർ കൊടുത്തു. അതിനിടയിൽ അവൾ ഫോണിൽ നിന്നും സിം ഊരിയെടുത്തു നന്നാക്കിയ ഫോണിലേക്ക് ഇട്ടു. ഗൂഗിൾ പേ ഒക്കെ ഇനി വീണ്ടും സെറ്റ് ചെയ്യേണ്ടി വരും. അവൾ ഗൂഗിൾ പേ വീണ്ടും സെറ്റ് ചെയ്തു. അപ്പോഴേക്കും ചായയും പപ്സും വന്നു. അവൾ വേഗം അത് കഴിച്ചു. പണം കൊടുത്ത് പുറത്തിറങ്ങിയപ്പോൾ അവൾ അറിയാതെ മൊബൈൽ ഷോപ്പിലേക്കൊന്ന് നോക്കി. അവിടെ നല്ല തിരക്കായിരുന്നു. എന്നാൽ ആ തിരക്കിനിടയിലും മൊബൈൽ ഷോപ്പിലെ പയ്യൻ തിളങ്ങുന്ന കണ്ണുകളോടെ അവളെ നോക്കുന്നത് അവൾ കണ്ടു. പയ്യൻ കൊള്ളാമെന്ന് അവൾക്കും തോന്നി. അങ്ങനെ അവൾ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തി. എന്തായി? ഫോൺ റെഡിയായി കിട്ടിയോ? പാസ്പോർട്ട് കിട്ടിയോ? ആ ചോദ്യത്തോടെയാണ് ആബിദ അവളെ വരവേറ്റത്. അവൾ തലയാട്ടി. ജാസ്മിൻ വേഗം അവൾക്ക് ചിലവായ തുക ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു. അതോടെ അവളുടെ മുഖം തെളിഞ്ഞു. ഇത്ര പെട്ടെന്നൊന്നും വേണ്ടിയിരുന്നില്ല. സാവധാനം മതിയായിരുന്നു. ആബിദ പറഞ്ഞത് കേട്ട് ജാസ്മിൻ ചിരിച്ചു. എന്തായാലും അത് വേണ്ടതല്ലേ? എത്രയും പെട്ടെന്ന് തന്നാൽ അത് അത്രയും നല്ലതല്ലേ? ആബിദ സന്തോഷത്തോടെ ചിരിച്ചു. ജാസ്മിൻ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ഐസ്ക്രീമും ചോക്ലേറ്റുകളും ആബിദക്ക് കൊടുത്തു. അതോടെ അവൾക്ക് കൂടുതൽ സന്തോഷമായി. ഇത് കുട്ടിയാൾക്ക് കൊടുത്താണ്ടി. അവൾ മക്കളെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അത് അവരുടെ കയ്യിൽ കൊടുത്തു. ഉമ്മയെ എവിടെയും കണ്ടില്ല. എങ്ങോട്ട് പോയതെന്ന് ജാസ്മിൻ ചോദിക്കാൻ പോയില്ല. അവൾ വേഗം കോണി വഴി അവളുടെ മുറിയിലേക്ക് നടന്നു. വേദന അല്പം കുറഞ്ഞിരുന്നെങ്കിലും കോണി കയറാൻ അവൾക്ക് പ്രയാസം തോന്നി. മുറിയിലെത്തിയതും അവൾ വാതിലടച്ച് കുറ്റിയിട്ട് ഫാൻ ഓൺ ചെയ്തു. എന്നിട്ട് ബെഡിൽ നീണ്ടു നിവർന്ന്
കിടന്നു. ഇനി എന്ത് ചെയ്യണമെന്നതായിരുന്നു അവളുടെ അടുത്ത ആലോചന. ഖാലിദ് തന്നെ ഏതാണ്ട് കൈയൊഴിഞ്ഞ മട്ടാണ്. അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. മിക്കവാറും നാളെ മുതൽ വിമാനങ്ങളൊന്നും പറക്കില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ബേക്കറിയിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ അവിടെയുണ്ടായിരുന്നവർ സംസാരിച്ചത് ആ യുദ്ധത്തെക്കുറിച്ചാണ്. സൗദി അറേബ്യയിലേക്ക് പോകുന്നത് വലിയ കുഴപ്പമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാൽ കുവൈത്തിലെ എയർപോർട്ട് അടച്ചു കഴിഞ്ഞുമെന്നും പറഞ്ഞു. ഖാലിദിന് പോകേണ്ട ഫ്ലൈറ്റ് ക്യാൻസലായിട്ടില്ല. അതിനുശേഷം ഒരു ഫ്ലൈറ്റ് കൂടി മാത്രമേ പോകുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ക്യാൻസലായിട്ടുണ്ട്. ഖാലിദ് പറഞ്ഞത് സത്യമാണെന്ന് അവൾക്ക് തോന്നി. ഇങ്ങനെയാണെങ്കിൽ തനിക്ക് പെട്ടെന്നൊന്നും സൗദിയിലേക്ക് പോകാൻ കഴിയില്ല. ഒരാവശ്യത്തിന് ഹോട്ടലിൽ റൂം എടുക്കാമെന്ന് പറഞ്ഞാലും അതിന് നല്ല തുക വരും. വേറെ സ്ഥലങ്ങളിലൊന്നും പോയി താമസിക്കാൻ പറ്റുകയില്ല. അപ്പോൾ പിന്നെ ഏറ്റവും നല്ലത് ഇവിടെ തന്നെ അങ്ങ് കൂടുന്നതാണ്. ഇത് തൻ്റെ ഭർത്താവിൻ്റെ വീടാണല്ലോ. ഇവിടെ താമസിക്കേണ്ടത് ഞാൻ തന്നെയാണ്. ആബിദയും ഉമ്മയും പ്രത്യേക സ്വഭാവക്കാരാണ്. അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അവർ തൻ്റെ കൂടെ നിൽക്കും. വൈകുന്നേരം ഒന്നുകൂടി അങ്ങാടിയിലേക്ക് ഇറങ്ങാം എന്ന് അവൾ കരുതി. ഉമ്മക്ക് എന്തെങ്കിലും വസ്ത്രം വാങ്ങിക്കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ ഉമ്മ തൻ്റെ കൂടെ നിന്നോളും. താൻ ഇവിടെയുണ്ടെങ്കിൽ ആബിദ് അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. തൽക്കാലം ഉമ്മയെ സോപ്പിട്ട് നിൽക്കുന്നതാണ് നല്ലത്. ഗൾഫിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ താമസിക്കാൻ എവിടെയാണ് സുരക്ഷിതം? അവൾ എഴുന്നേറ്റ് അലമാരിയിലെ കണ്ണാടിയിൽ നോക്കി. നെറ്റിയിൽ ഇപ്പോഴും ചെറുതായി നീരുണ്ട്. അവൾ ചുരിദാർ അയച്ച് വേദനയുള്ള സ്ഥലങ്ങളെല്ലാം പരിശോധിച്ചു. അല്പം നീര് ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് അവൾ കണ്ടു. അവളൊരു പഴയ ചുരിദാർ എടുത്ത് ധരിച്ചു. പിന്നെ മൊബൈൽ ചാർജറിൽ ഇട്ടു. അപ്പോഴേക്കും താഴെ നിന്നും ആബിദ് അവളെ വിളിക്കുന്നത് കേട്ടു. ചായ കുടിക്കാനാണ് വിളിക്കുന്നത്. ജാസ്മിൻ പതിയെ താഴേക്ക് ഇറങ്ങിച്ചെന്നു. ചായ കുടിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നെങ്കിലും ആബിദ് നിർബന്ധിച്ചപ്പോൾ അവൾ ചായ കുടിച്ചു. മൊബൈൽ നന്നാക്കി കിട്ടിയില്ലേ? ചിലവ് വേണമെന്നാണ് മക്കൾ പറയുന്നത്. അതല്ലേ ഞാൻ മക്കൾക്ക് ചോക്ലേറ്റൊക്കെ കൊടുക്കുന്നത്, ജാസ്മിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതുമാത്രമല്ല, എന്തെങ്കിലും കാര്യമായിട്ട് വേണമെന്ന് പറഞ്ഞു. മക്കൾക്ക് എന്താണ് വേണ്ടത്? അതോടെ ആബിലയുടെ മുഖം തെളിഞ്ഞു. അങ്ങാടിയിലെ പുതിയൊരു മന്തിക്കട വന്നിട്ടുണ്ട്. നല്ല ഓഫറുണ്ട്. അവർക്ക് അത് മതിയെന്നാണ് പറഞ്ഞത്. പത്രത്തിൻ്റെ കൂടെ കിട്ടിയ നോട്ടീസ് കാണിച്ചു കൊടുത്തുകൊണ്ട് ആബിദ പറഞ്ഞു. പക്ഷെ അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവരെ കയ്യിലെടുക്കാൻ ഇതാണ് നല്ല മാർഗമെന്ന് അവൾക്ക് തോന്നി. അപ്പോഴേക്കും നബീസും അങ്ങോട്ട് വന്നു. ജാസ്മിൻ ഉച്ചക്ക് കഴിക്കാൻ മന്തി ഓർഡർ ചെയ്യുകയാണെന്ന് കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി. അപ്പോഴാണ് മൊബൈൽ ഷോപ്പിലെ പയ്യൻ ജാസ്മിൻ്റെ മൊബൈലിലേക്ക് ഒരു വീഡിയോ അയച്ചത്. ചാർജറിൽ വെച്ചിരിക്കുകയായതുകൊണ്ട് ജാസ്മിൻ ആ വീഡിയോ കണ്ടില്ല. അത് ജാസ്മിൻ കണ്ടാൽ അവൻ തൻ്റെ പിന്നാലെ വന്ന് കാല് പിടിക്കുമെന്ന് അവനെ അറിയാമായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.